ഓടി ചെന്നപ്പോൾ ആരുമില്ല. അപ്പോൾ കമത്തി കിടത്തിയേക്കണ്. മറിച്ചും തിരിച്ചും കമത്തി കിടത്തിട്ട് ഒരു സ്ത്രീ ഇരുന്ന് ഇങ്ങോട്ട് എടുത്ത സ്ത്രീ കടത്തിയിട്ട് മാറിയിരിക്കുന്നു. വേറൊരു സ്ത്രീ വന്നിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോഴവിടെ സെക്യൂരിറ്റി ഗാർഡിലൊന്നുമില്ല. വയറ്റിലിട്ട് പ്രസ് ചെയ്ത കുട്ടിയിൽ ഭക്ഷണങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ബ്ലഡും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു അനാസ്ഥയായിപ്പോയി. ഇപ്പൊ 2 മാസത്തിന് മുമ്പ് 2 കുട്ടി അതേ സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. മൊത്തം 5 കുട്ടിയാണ്. ഞങ്ങൾ ചോദിച്ചു എന്റെ പ്രൂഫ് എടുത്ത് തരട്ടെ ചോദിച്ചപ്പോൾ അവൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളത് എല്ലാത്ത രീതിയിൽ പോന്നു. 5ാമത്തെ കുട്ടിയാണ്. 7-ാം തീയതി ഏപ്രിൽ 7, 2026 വെഞ്ഞാറമൂട് ഹാപ്പി ലാൻഡിൽ എൻ്റെ മാമന്റെ മോനും മാമി പിന്നെ ഒരു മാമിയുടെ കസിൻസ് 3 പേര് പിന്നെ 7 കുട്ടികൾ. ഇവര് ചുമ്മാ ഒരു ആഘോഷത്തിനായിട്ട് പോയതാ. അവർ പോയി റെസ്റ്റോറൻറ്റ് 12:57 ഇവര് റെസ്റ്റോറൻറ്റിൽ കഴിക്കാനായിട്ട് കയറി. കുട്ടിയും പിന്നെ 3 കുട്ടി, മൊത്തത്തിൽ 3 കുട്ടികൾ അകുൽ ശിവയോട് ചേർത്ത്. ഇവരൊരു 1:15 ഇറങ്ങി. 1:15 അവിടെ നിന്ന് ഇറങ്ങി. അകുല് മുന്നേ പോയി. അകുൽ അവിടെ പുറകെ വന്ന കുട്ടികൾ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ കുട്ടികൾ പോയി എന്തോ മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി അകുലുമായിട്ട് മുന്നോട്ട് പോയി. അതുവരെ കാണുന്നുള്ളൂ. അതിനുശേഷം കൂടെ പോയി ഒരു കുട്ടി നേരെ പോയെന്ന് തോന്നുന്നു. ഈ അകുലും വേറൊരു കുട്ടിയുടെ ഇങ്ങനെ ഓടുന്ന സ്കൂളിന്റെ സൈഡിലോട്ട് ഓടുന്നത് കാണാം. അത്രേ കാണുന്നുള്ളൂ. പിന്നെ CCTV ഇല്ല. ഇവിടെ സംഭവിച്ചത് CPR കൊടുക്കാനായിട്ട് അവിടെ അറിയാവുന്ന ആരുമില്ല. നല്ല കേപ്പബിലിറ്റി ഉള്ള സെക്യൂരിറ്റീസ് ഇല്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ കുട്ടി വീണതാണോ, തലയിടിച്ച് വീണതാണോ, ആരെങ്കിലും തള്ളിയതാണോ, അറിയാതെ വീണതാണോ പൂളിനകത്ത്. പക്ഷെ വീണ് ഉടനെ എടുത്തെന്ന് അവര് പറയുന്നേ. എടുത്ത് ഇവനെ പുറത്ത് കിടത്തി ഇവന് CPR കൊടുത്ത് ഇവന്റെ കഴിച്ച ഫുഡെല്ലാം വായിക്കൂടെ മൂക്കിക്കൂടെ എല്ലാം പുറത്തേക്ക് വന്നു. അത് വയറിൽ പ്രസ് ചെയ്തതിന്റെ ആണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. CPR കൊടുക്കാൻ അറിയാതെ മൂക്കിക്കൂടെ ബ്ലഡും വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്നിട്ട് അവരെടുത്ത് കൊണ്ടുപോയി. പിന്നെ വണ്ടി ഇല്ല, അവിടെ ഡ്രൈവർ ഇല്ല എന്ന് പറയുന്നു. പിന്നെ അവിടെ ഏതോ ഒരു ഒമിനിയില കൊണ്ടുപോയെന്ന് പറയുന്നു. അവർ എത്ര മണിക്കാ പുറത്തോട്ട് കൊണ്ടുപോയി എന്നുള്ള CCTV ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയത് അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. പിന്നെ പൂളില് ക്യാമറ ഇല്ല. പിന്നെ ഇത്രയും വലിയൊരു സ്ഥാപനമാകുമ്പോൾ അവിടെ ഒരു ആംബുലൻസ് എങ്കിലും വേണ്ടേ. 24 hours ആംബുലൻസും, അല്ലെങ്കിൽ അവിടെ വർക്കിംഗ് ഉള്ള ടൈമിൽ ആംബുലൻസും അതിനൊരു ഡ്രൈവറും എപ്പോഴും അവിടെ വേണ്ടേ. ഇവര് കൃത്യമായ സമയത്ത് കൊണ്ടുപോയിട്ടില്ല. പിന്നെ CPRന്റെ അവിടെ പിഴവും, അവരുടെ സേഫ്റ്റി ഗാർഡ്സിന് കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അത് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അവരുടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് അവരൊന്നും എടുത്തിട്ടില്ല. ഈ ഒരുപാട് കുട്ടികൾ ഇനിയും വരുന്നുണ്ട്. ഇനിയിപ്പം എന്തായാലും ഇതിന് ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും സംഭവിക്കാം. പാർക്കിൽ പോയിട്ട് ഒരു ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് 3 കുട്ടികളായിട്ട് കളിക്കാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിയൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ അകുൽ ശിവ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞു. ഇവരെല്ലാം ചെന്നപ്പോഴത്തേക്ക് അവിടെ വന്ന ഒരു കസ്റ്റമറാണ് കുട്ടിയെടുത്ത് ഇങ്ങനത്തെ ഓക്സിജനെ കൊടുത്ത് ഇങ്ങനെയായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫുകൾ ആരും ഇല്ലെന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാഫുകളും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് കുട്ടി പറഞ്ഞ് ഇവരെല്ലാം ഓടിച്ചെന്ന് കരഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കാണ് അവിടെ ഒരു 65 വയസ്സ് വരും ഒരു സ്ത്രീ, 50-52 വരും സ്ത്രീ, അവർ മാത്രമേ അവിടെ ഉള്ളായിരുന്നുള്ളൂ. വേറെ ആരുമില്ല. അവർ ഓടി വന്ന് പിന്നെ നോക്കി. പിന്നെ തിരിച്ച് അവർ ചെന്ന് പോയി. വണ്ടിയൊക്കെ വന്ന് ഒത്തിരി ലേറ്റായി. അതുപോലെ ഇവർ പ്രസ് ഇങ്ങനെ ചെയ്തതിൽ വയറ്റിലിട്ട് പ്രസ് ചെയ്ത കുട്ടിയിൽ ഭക്ഷണങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ബ്ലഡും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു അനാസ്ഥയായിപ്പോയി. CPR കൊടുക്കാനുള്ള ഒരു വലിയ ഡോക്ടറോ അതിനറിയുന്ന ഒരു സ്വിമ്മിംഗ് പൂളായിട്ട് കൊടുക്കാൻ ഒരു ആംബുലൻസോ സേഫ്റ്റി കാർഡോ ഒന്നുമില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള യാതൊരു ഇതുമില്ലായിരുന്നു. അവിടെ കുളിക്കാൻ വന്ന ഒരു സ്ത്രീയാണ്. അവരൊരു ഹോം നേഴ്സ് എന്നൊക്കെ പറയുന്നു. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട് അവർ. പക്ഷെ അവർക്ക് അറിയുന്ന രീതിക്ക് കൊടുത്ത് എല്ലാവരും കൂടെ പ്രസ് ചെയ്തപ്പോൾ കൊച്ചിന് ഭക്ഷണം പുറത്ത് ചാടി, ബ്ലഡും പുറത്ത് ചാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കംപ്ലൈന്റ് കൊടുക്കാൻ കാരണം. ചിലപ്പോൾ സ്വാഭാവികം കുട്ടികൾ ചിലപ്പോൾ വെള്ളത്തിൽ വീഴായിരിക്കും. അവിടെ അപ്പോഴൊന്നും അങ്ങ് എടുക്കാനുള്ള സേഫ്റ്റി കാർഡ് സെക്യൂരിറ്റിയോ സ്വിമ്മിംഗ് പൂളിനകത്തുള്ള ക്രീമുകളൊന്നും അവിടെ ഇല്ല. ചുമ്മാ 750 രൂപ കാശ് വാങ്ങിക്കുന്നു. ഒരു സേഫ്റ്റി ഇല്ല.
പോയ ലേഡീസിന് അത്ര അറിയത്തില്ല. അവരത്രയും സേഫ്റ്റി കാണുമെന്ന് വിചാരിച്ചാൽ പോയത്. ഒന്നുമില്ല. തിരിച്ച് അവർ കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് അന്വേഷിക്കാൻ പോയത് നേരെ ആ സ്ഥാപനത്തിന് ക്ലിയർ ആയിട്ടാണ് പോലീസ് ഫുൾ കംപ്ലൈന്റ് വന്നിട്ടുള്ളത്, പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് ഒറ്റയ്ക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു മാധ്യമത്തിലും. സമാനമായ രീതിയിൽ ഇതുപോലെ വീണ്ടും പല പ്രാവശ്യം ഇതുപോലെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ പറയുന്നത്? ഇപ്പൊ 2 മാസത്തിന് മുമ്പ് 2 കുട്ടി അതേ സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. മൊത്തം 5 കുട്ടിയാണ്. ഞങ്ങൾ ചോദിച്ചതിന്റെ പ്രൂഫ് എടുത്ത് തരട്ടെ ചോദിച്ചപ്പോൾ അവൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളത് എല്ലാത്ത രീതിയിൽ പോന്നു. 5ാമത്തെ കുട്ടിയാണ്. അതാ നമുക്ക് വിഷമം. ഇനി കുട്ടി പോയത് ഓക്കെ, ഇനിയൊരു കുട്ടി ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. എല്ലാവരും ഇതേപോലെ പിന്മാറി കഴിഞ്ഞാൽ ഓരോ അച്ഛനമ്മമാർ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ തീരെയും കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ എല്ലാം കൊടുത്ത് നാളെ കളക്ടർ ഓഫീസിൽ കൊടുക്കണം, ബാലാവകാശ കമ്മീഷനിൽ കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് ഇതെന്തായാലും അവിടെ ഒരു സേഫ്റ്റി ഉണ്ടാക്കിയിരിക്കണം. CC ക്യാമറ വയ്ക്കാൻ പറയുന്ന പോലെ CC ക്യാമറ വയ്ക്കാൻ പറ്റില്ല. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഏരിയയാണ്. സ്വിമ്മിംഗ് ഡ്രസ് ഇട്ട് എല്ലാം കുളിക്കുന്നതാണ്, മുങ്ങി കുളിക്കുന്നതാണ്. അവരെ ന്യായങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കൂടെയൊക്കെ വന്നിട്ട് നമ്മൾ ചേട്ടച്ചാരെ കണ്ടിട്ട് അവർ പറയുന്നു നമുക്ക് പരിഹരിക്കാം. നമ്മൾ കാശൊന്നിന്റെ വഴിക്ക് നമ്മൾ പോകില്ല, നമുക്ക് ന്യായം കിട്ടണം. ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ വരാൻ പാടില്ല. അതൊരിതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കംപ്ലൈന്റ്. എത്ര എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് ഇത്രയും കുട്ടികൾ കൊണ്ട് കൊടുക്കും. ഇനി ഇതല്ലേ സംഭവിക്കുള്ളൂ. 750 രൂപ വെച്ച് വാങ്ങയില്ലേ. അതാണ് സംഭവം. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഈ ഇവര് ഭക്ഷണം കഴിച്ച് ഇവർ പെപ്സിയൊക്കെ കുഴിച്ചിട്ട് CCTVയിലും ഉണ്ട്. കുഴിച്ചിട്ട് കുട്ടി മൂന്ന് കുട്ടി ഇറങ്ങി ഒരു 10 മിനിറ്റ് ആവുള്ളൂ. എല്ലാം കൂടെ ഇറങ്ങിക്കാണും. ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് വന്നപ്പോൾ 10-15 മിനിറ്റിനകത്ത് വന്ന് കുട്ടി ഇവരെടുത്ത് പറഞ്ഞ ഇങ്ങനെ അകുൽസുവ വെള്ളത്തിലാണ്. ഓടിച്ചെന്നപ്പോൾ ആരുമില്ല. അപ്പൊ കമത്തി കിടത്തിയേക്കണ്. മരിച്ചും തിരിച്ചും കമത്തി കിടത്തിട്ട് ഒരു സ്ത്രീ ഇരുന്ന് ഇങ്ങോട്ട് എടുത്ത സ്ത്രീ കിടത്തിയിട്ട് മാറിയിരിക്കുന്നു. വേറൊരു സ്ത്രീ വന്നിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോഴവിടെ സെക്യൂരിറ്റി ഗാർഡിലൊന്നുമില്ല. വിളിച്ചിട്ട് ഒരു 60-50 വയസ്സുള്ള സ്ത്രീ അവർ കുണിങ്ങി ഓടി വന്ന് ഇവിടെ എത്തിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. പിന്നെ അവർ ചെന്നാണ് അവരെ സെക്യൂരിറ്റി അടുത്ത് പറഞ്ഞിട്ട് വന്നത്. ഈ കുട്ടി വീണത് സ്വിമ്മിംഗ് പൂളിൽ ആഴമുള്ള ഭാഗത്തായിരുന്നു. അപ്പം ആഴം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു 2 അടി 3 അടിക്ക് ഇത്രേ വെള്ളമല്ലേ അത്രേ വരത്തുള്ളൂ. അവരും അങ്ങനെ പറയുന്നത് 2 അടി ആഴമേ ഉള്ളൂ. 3 ഉള്ളൂ. 2 അടി ആഴം എന്ന് പറയുമ്പോൾ നല്ല അങ്ങനെ അനുസരിച്ച് പോകുന്ന അനുസരിച്ച് വെള്ളം ഉണ്ട് അല്ലേ, അത്രേ ഉള്ളല്ലേ 2 അടി. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ വായ്ക്കകത്ത് ആഹാരം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും ഇല്ല. റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചുകൊണ്ട് കുട്ടി ആ CC ക്യാമറനെ കാണാനല്ല. കുട്ടി എന്തുമാത്രം സമയം അവിടെ കിടന്ന് കളിച്ചിട്ട് ഞങ്ങൾ കണ്ടില്ലേ. അവനെ തരാം CC ക്യാമറ കാണാം, പരിശോധിക്കാം. ഒത്തിരി നേരം കളിച്ചിട്ട് സമാധാനമായിട്ട് കുട്ടി ഇറങ്ങി പോണല്ലേ. അപ്പോഴെന്താ വീണ്ടും തൊണ്ടയ്ക്കകത്ത് ഭക്ഷണം വരുന്നെന്ന് പറഞ്ഞാൽ ഇവർ പ്രസ് ചെയ്തു. കുട്ടിയുടെ വയറ്റിലിട്ട് പ്രസ് ചെയ്തപ്പോഴത്തേക്കിനും അവിടെ അല്ലെങ്കിൽ ഫസ്റ്റ് ആഡ് കൊടുത്ത് എന്തും ചെയ്യാനുള്ള ഇത് അതിനുള്ള അറിയുന്ന ആൾക്കാരില്ലല്ലോ. ഇത് വരുന്ന കസ്റ്റമർ ഇട്ട് പ്രസ് ചെയ്യുമ്പോൾ പൊടി കുഞ്ഞല്ലേ, നല്ല രീതിക്ക് പ്രസ് ചെയ്ത് അത് നല്ല തടിയുള്ള കൊച്ചാ. അപ്പോൾ സ്വാഭാവികം വയറ്റി കിടന്ന് അപ്പോഴും കഴിച്ച ഭക്ഷണം വായിക്കത്തൂടെ മൂക്കിൽ കൂടെ ബ്ലഡ് ആയിപ്പോയി. ഒരുപക്ഷെ തെറ്റായി കൊടുത്ത CPR ആവാം. 100%. കാരണം അതിനുള്ള ശരിയായിട്ട് കൊടുക്കാനുള്ള ആൾക്കാർ അവിടെ ഇല്ലല്ലോ. അവിടെ മൊത്തം ആൾക്കാർ കണ്ടിട്ടില്ല. വായിക്കാത്തൂടെ അപ്പോഴും കഴിച്ച ചോറാ വരുന്നത്. അപ്പൊ ഇത്രയും കാശ് വാങ്ങുന്ന ഈ വാട്ടർ തീം പാർക്കില് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനൊന്നും ഒറ്റ മനുഷ്യരും ഇല്ല. ഇനിയിപ്പോ ഇന്നലെ ഈ സംഭവം നടക്കുന്നവരില്ല. ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം ഇനിയിപ്പോ വേറെ എന്തെങ്കിലും നാളെ വല്ലതും എടുത്ത് വച്ചാലേ ആയതേ ഉള്ളൂ. ഞങ്ങൾ മെനിഞ്ഞാന്ന് പോയപ്പോഴും അവിടെ ആരുമില്ല. ഇത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോയായിരുന്നു. ഞാൻ കൊച്ചിന്റെ തന്തയാണ്. വന്നിട്ട് ഇതെല്ലാം ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് പോയതാണ്. കംപ്ലൈന്റ് കൊടുത്തിട്ട് പോയപ്പോൾ അപ്പോഴും ആളില്ല. അപ്പോഴും കുളിക്കുന്നുണ്ട്. അപ്പോഴും ഈ വയസ്സായ സ്ത്രീകൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഒറ്റ ഒരാണുങ്ങളില്ല. ഞാൻ ചോദിക്കുകയും ചെയ്യും അവരടുത്ത്, ഇപ്പൊ ഇത്രയും കുട്ടികൾ കുളിച്ചോണ്ടിരുന്നു, ഇപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവം നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ സാരിയും ഡ്രസ്സൊക്കെ കൊടുത്ത് എങ്ങനെ ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തും? അപ്പോഴും പറഞ്ഞാൽ അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കയറി. അങ്ങനെ കുറച്ച് സംസാരമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി പോകുന്നു. ഈ അതുൽ ശിവയ്ക്ക് നീന്താൻ ഇല്ല കുട്ടി ഒരു വെള്ളത്തിൽ പോലും ഇറങ്ങത്തില്ല. ഐഡിയാണ്. ചുമ്മാ സൈഡിൽ നിന്ന് എന്തെങ്കിലും കാണിക്കുന്നല്ലാതെ. അപ്പൊ വേണേ അബദ്ധത്തിൽ വീണെന്നാണ്. അബദ്ധത്തിൽ വീണത് തന്നെ. അവനായിട്ട് സ്വയമായിട്ട് നമ്മൾ നാട്ടിലെ കൊണ്ടുപോകുന്ന തന്നെ കുളിക്കാൻ ഇറങ്ങത്തില്ല. ഇതുപോലെ അബദ്ധത്തിൽ പുള്ളി വീണു. ഈ പൊടി കുട്ടികളല്ലേ, ഈ കൂടെ പോയ കുട്ടി ചിലപ്പോൾ മാറിയാണ് നിന്നത്. അവര് ശ്രദ്ധിച്ചില്ല. അവരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു അവിടെ വന്ന് കുളിക്കാമെന്ന് വേറൊരു സ്ത്രീയാണ് കണ്ട് ഇവനെടുത്ത് കിടത്തി ഇതാക്കുന്നത്. അപ്പാണ് പറഞ്ഞത് ആരാ കുട്ടിയും ചോദിച്ചപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ തള്ളയെടുത്ത് പറയണം ഇതേപോലെ മോൻ കിടക്കണം എന്ന് പറഞ്ഞു. പിന്നെയാണ് പറയുന്നത്. അതാണ് സത്യാവസ്ഥ.